ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദുവിനെ രക്ഷിക്കാനായിട്ട് അനി അങ്ങ് വന്നു. അനി വന്നു കഴിഞ്ഞപ്പോൾ അനി 2 ഡയലോഗ് അടിച്ചതേ ഉള്ളൂ. പോലീസുകാരൻ ഫ്ലാറ്റ്. എന്നിട്ട് അനി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി മേലിൽ ഇമാതിരി ഒന്നും ആവർത്തിക്കരുതെന്നും പറഞ്ഞ് നന്ദുവിന് താക്കീതും കൊടുത്ത് അവരങ്ങനെ പറഞ്ഞു വിടുക. അപ്പോൾ അവരങ്ങ് പോയ സമയത്ത് ശരി സാർ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ സാറിന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ എവിടെ അച്ചാന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പുറത്ത് നോക്കി നിൽക്കുകയാണെന്നുള്ള കാര്യം പറയാം. നിനക്ക് നേരത്തെ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ 1 മണിക്കൂർ പോലും നിനക്ക് അകത്ത് കിടക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതിപ്പോൾ നേരത്തെ വിളിച്ചു പറയാതിരുന്നതെന്ന് ചോദിച്ചു നമ്മുടെ അനിനന്ദുവിനോട്. ഈ സമയത്ത് ഇവൻ്റെ തല തല്ലിപ്പൊളിച്ചതേ നീയാണെന്നറിയാം എനിക്ക് പെങ്കൊച്ചേ, പക്ഷേ ഒരു ദിവസം നിന്നെ ഒരു ദിവസം അകത്ത് കിടത്താൻ എനിക്ക് പറ്റിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദുവിനെ വഴക്ക് പറഞ്ഞ് പോലീസുകാരനോട് പറയുവാണ് അനി. അപ്പോൾ നീ വാ നന്ദു എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. ആ സമയത്ത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കുറേ എണ്ണങ്ങൾ നടപ്പുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരൻ അവിടെ നിന്ന് ഇങ്ങനെ പറയുമോ. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപുരി തറവാട്ടിൽ ദേവ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെന്നു. ദേവേ, നീ നിൻ്റെ മരുമോളെ കണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ കണ്ടല്ലോ അച്ഛാ. എന്താ? ആ കാണലിനെ കുറിച്ചല്ല ഞാൻ നിന്നോട് ചോദിച്ചത്. നിൻ്റെ മരുമകൾ നിരപരാധിയാണെന്ന് അറിഞ്ഞതിന് ശേഷം നീ അവളുടെ അരികിലേക്ക് പോയോന്നാണ് ഞാൻ ചോദിച്ചത്. ഓ, ഇനി എന്തിനാ ഞാൻ അങ്ങോട്ടേക്കൊക്കെ പോകുന്നേ? അവളോടൊരു നന്ദിയെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ദേവേ? ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് നിന്റെ മകൻ തന്നെ നിന്നോട് വെളിപ്പെടുത്തിയതല്ലേ? എന്നിട്ടും നിനക്ക് അവളോടുള്ള ദേഷ്യം ഇതുവരെ എന്താ മാറിയില്ലേന്ന് ചോദിച്ചു. അമ്പലങ്ങളിലൊക്കെ പോയപ്പോഴും നീ നിന്റെ മരുമകൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയ ദൈവങ്ങളാണ് നിന്റെ മരുമകൾ ആരാണെന്നും എന്താണെന്നും തിരികെ വന്നപ്പോൾ നിനക്ക് കാണിച്ചു തന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയാം. നിന്റെ മനസ്സിനകത്ത് മാറാലിയ അത് തുടച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നുള്ള കാര്യം വരെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടും മരുമകളെ അംഗീകരിക്കാത്ത നീ എന്തൊരമ്മായിയമ്മയാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഞാനിപ്പോൾ എന്ത് വേണമെന്ന് അച്ഛൻ ഈ പറയുന്നേ? നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. എന്ത് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം അത് നീ മനസ്സിലാക്കിയിരിക്കണം. ആദർശ് പറഞ്ഞതുപോലെ യാത്ര പുറപ്പെടുമ്പോൾ നീ ഒരുപാട് മനസ്സിൽ ദേഷ്യവും പകയും ഒളിപ്പിച്ചുകൊണ്ടാണ് പോയതെന്ന് എനിക്കറിയാം. അതിൻ്റെ എല്ലാം തിരികെ വന്നപ്പോൾ നീ കണ്ടില്ലേ? നിന്റെ മനസ്സ് ഇത്രത്തോളം എരിഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ദേവേ. നിന്റെ മോൻ പോലും അവൻ്റെ ഭാര്യയുടെ സ്വഭാവം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ നിനക്കെന്താ പാട്? അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തിയിലൂടെ നയനമോള് ആദർശിൻ്റെ മനസ്സിൽ ഇടം പറ്റി എന്ന് വേണം പറയാൻ. ഇപ്പോഴും മരുമകൾക്ക് ഇടം കൊടുക്കാത്തത് നിന്റെ മനസ്സിൽ മാത്രമാണ്. നീ എന്താ ഇങ്ങനെ? അതൊരിക്കലും ഒരു കുറച്ചിലല്ല ദേവേ. അതൊരിക്കലും കുറച്ചിലായി നീ കാണരുത്. ആരെന്ത് നന്മ ചെയ്താലും അത് തുറന്നു പറയാനും അഭിനന്ദിക്കാനും മുന്നോട്ട് വരണം. അതാണ് മനുഷ്യത്വം എന്നും പറഞ്ഞ് മുത്തശ്ശൻ അങ്ങ് പോയി. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടമെന്നും പറഞ്ഞു ദേവ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക മുത്തശ്ശൻ പറഞ്ഞതിനെ പറ്റി. അങ്ങനെ ആലോചനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നയനയെ കാണാനായിട്ട് മുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പം നയന അവിടെ ഉണ്ടായിരുന്നില്ല. നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പം നയന അവിടെ നിന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവ അങ്ങോട്ട് അടുത്തേക്ക് ചെന്നു കേട്ടോ. ദേവ അങ്ങനെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞു. അമ്മ എന്തിനാ എന്നോട് താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിച്ചു. നീ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തു എന്നാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്നത്. പിന്നെ എൻ്റെ മോൻ്റെ ജീവൻ നീ രക്ഷിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനാണ് ഞാനിപ്പോൾ താങ്ക്സ് പറഞ്ഞത്. അയ്യോ അമ്മേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെൻ്റെ കടമയല്ലേ എന്ന് ചോദിച്ചന്നേരം നയന. ഞാനൊരു താങ്ക്സ് പറഞ്ഞു എന്ന് കരുതി കൂടുതൽ അധികാരമൊന്നും എൻ്റെ അടുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ട. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും. അതെ, എൻ്റെ രീതിയാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ മുഖത്തടിച്ച് പറയുകയും ചെയ്യും. അമ്മയ്ക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ. ശാസിക്കാം, ശിക്ഷിക്കാം. അതൊന്നും തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും അമ്മയോട് പറയില്ല എന്നും പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നു. മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് പെൺമക്കളെ അമ്മമാർക്ക് പോലും തല്ലാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ അവസ്ഥയാണുള്ളത്. അങ്ങനെയുള്ളപ്പോഴാണ് പിന്നെ നിൻ്റെ കളിയൊക്കെ നടക്കുന്നത്. തെറ്റ് കണ്ടാൽ തിരുത്താം, അതിൽ തെറ്റൊന്നുമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക്സ് എന്ന് പറഞ്ഞു. അത് തന്നെ നീ പ്രയാസപ്പെട്ടാണല്ലോ പറഞ്ഞതെന്ന് അന്നേരം മുത്തശ്ശൻ ചോദിക്കുവാണേ. മുത്തശ്ശൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലേന്ന് ചോദിച്ചു. അതും പറഞ്ഞ് ദേവ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മോളോട് പറയാണ്, മകൻ്റെ ജീവൻ രക്ഷിച്ച മരുമകളോട് അവൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇവിടെ ദേവയാനിയും മോളെ പോലെ ഒരു മരുമകളായി തന്നെ വന്നവളാ. അന്ന് അവളുടെ അമ്മായിമ്മ അവളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഓർമ്മിപ്പിക്കണമല്ലോ മോളെ. അതിന് അമ്മ ഈ വീട്ടിലേക്ക് വന്നത് വളഞ്ഞ വഴിയിലൂടെയൊന്നും അല്ലല്ലോ മുത്തശ്ശ. മോള് വന്നത് വളഞ്ഞ വഴിയിലൂടെയൊന്നും അല്ലല്ലോ. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് ആ ഒരു ഇതിലേക്ക് മോള് വന്നതൊന്നും അല്ലല്ലോ. പിന്നെ ഏതവസ്ഥയിലാണെങ്കിലും എൻ്റെ കൊച്ചുമോൻ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന എൻ്റെ മകൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ എല്ലാ
എല്ലാ അവകാശവും അധികാരങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. അങ്ങനെ നയനയായിട്ട് മുത്തശ്ശൻ സംസാരിച്ചു. അതെല്ലാവരും മനസ്സിലാക്കണം, ഏത് അമ്മായിയമ്മയായാലും ശരി അമ്മായച്ചനായാലും ശരി എന്ന് പറഞ്ഞ് മുത്തശ്ശനും അങ്ങ് പോയി. ഇതൊക്കെ കേട്ട് നയനയ്ക്ക് ഒത്തിരി സന്തോഷമായി. നയന ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നയനയുടെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുന്നു. നന്ദു ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനി നന്ദുവിനോട് ചോദിച്ചു എന്തിനാണ് ഇവൻ്റെ തലയിൽ അടിച്ചതെന്ന്. അപ്പോൾ ഉള്ള കാര്യം നമ്മുടെ നന്ദു പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ് ഇവൻ്റെ തലയിലേ നീ അടിക്കുക മാത്രമായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് പറയാം, ഇവൻ്റെ കൈയെടുത്ത് തല്ലി ഓടിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും രണ്ടുപേരും കൈ കൊടുക്കുക, നടന്നൊക്കെ മറന്നേക്കെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൈ കൊടുത്തു. ശരി, നടന്നതൊക്കെ ഞാൻ മറന്നു ശരിയെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കൈ കൊടുക്കുക. ശരി, ഞാനും മറന്നു, വിളിക്കാം എന്ന് നന്ദു പറഞ്ഞിട്ട് ഇവർ കൈ കൊടുത്ത് പിരിയുന്നു. അങ്ങനെ കൂട്ടുകാരും തമ്മിൽ തല്ലിയത് മഴക്കൊക്കെ അങ്ങ് മാറി. അങ്ങനെ ഇവർ പരസ്പരം അങ്ങ് പോയി. ഇവരങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ പറയുകയാണ്, ദൈവമാണ് മോനെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ എപ്പോഴും ദൈവം സഹായത്തിന് ആരെങ്കിലുമൊക്കെ എത്തിക്കുമെന്ന് ഒരിക്കലും കരുതരുതച്ചാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ കഴിയുന്നവരെ അറിയിക്കണമെന്ന്. അല്ലാതെ മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം? ഞങ്ങൾ ഈ വിവരം പറയാൻ മോൻ്റെ വീട്ടിലേക്ക് വന്നതാ. ആ സമയത്ത് അകത്തെ സംസാരം കേട്ടപ്പോഴാണ് ഞാനും കനകവും ഒന്നും പറയാതെ തിരിച്ചു പോന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഇപ്പം തന്നെ കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടേക്ക് വരാനുള്ള മനക്കെട്ടി പോലും മോളുടെ അമ്മയ്ക്കില്ല, അതുകൊണ്ടാണ് അവൾ വരാതിരുന്നതെന്ന് പറഞ്ഞു. എടോ, ഈ കണ്ടതും കേട്ടൊക്കെ ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വെറുതെ എടുത്തു ചാടി ആൾക്കാരുടെ തലമണ്ടയൊന്നും തല്ലി പൊട്ടിച്ചേക്കരുത് കേട്ടോ. തന്നെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്താൽ അത് താൻ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവരെ കൈകാര്യം ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത്തരം കാര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്ന് നന്ദു നേരം അനിയോട് പറഞ്ഞു. ഇഷ്ടമില്ലാത്തത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഞാൻ അപ്പം തന്നെ പ്രതികരിക്കും, അതെൻ്റെ സ്വഭാവമായിപ്പോയി. അതിലൊക്കെ എൻ്റെ നയനേച്ചിയെ പോലെ തന്നെയാണ് ഞാനും എന്നും പറഞ്ഞങ്ങനെ പറഞ്ഞു. അപ്പോൾ നിന്നെപ്പോലെ നയന അമിതാവേശം കാണിക്കില്ല മോളെ, അവളൊരു 100 വട്ടം ഒരു കാര്യം ആലോചിച്ചിട്ട് അതിന് തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ട് നിങ്ങൾ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നന്ദു ഇവരെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോണു. അങ്ങനെ അവരങ്ങ് പോകാൻ തുടങ്ങിയപ്പം എൻ്റെ മോനോട് എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല, അത്രത്തോളം സഹായമാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞപ്പം ഇതിനൊക്കെ നന്ദി പറയുന്നത് എന്തിനാ വെച്ചാൽ അച്ഛനും അമ്മയും നന്ദു ഒക്കെയാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ. അപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങളല്ലേ സഹായിക്കാനുള്ളൂ. അത് നിങ്ങൾക്ക് ആപത്ത് വന്നാലും അത് ഞങ്ങൾക്ക് വന്നതുപോലെ തന്നെയാണ് അവിടെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. അതൊരു ഇതായിട്ടൊന്നും കാണണ്ട, ഞങ്ങളുടെ കടമയായിട്ട് അച്ഛൻ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നന്ദുവിനെയും കൂട്ടി അനിയങ്ങ് പോണു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ നയന മുറിയിലേക്ക് ചെല്ലുന്നു ആദർശിനെ കാണാനായിട്ട്. അപ്പോൾ ആദർശ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുന്ന നയനയെ കണ്ടപ്പം നിന്റെ മുഖത്തെന്ത് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു. താങ്ക്സോ? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എങ്കിലും താങ്ക്സ്. നിനക്ക് എന്താ പറ്റിയേ? എന്നോടേ താങ്ക്സ് പറഞ്ഞ അമ്മ. ആരാന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മായിമ്മ, ആദർശൻ്റെ അമ്മ. അതെന്തിനാ അമ്മ നിന്നോട് താങ്ക്സ് പറഞ്ഞത്? ഇന്നലെ ഞാൻ മോൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ, അതിന് അമ്മയുടെ വക നന്ദി പ്രകടനം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു നമ്മുടെ നയന. അത് അത്ര ഇഷ്ടത്തോടു കൂടിയൊന്നും അല്ല അമ്മ ചെയ്തത്, മുത്തശ്ശനാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്കറിയാം. എങ്കിലും അമ്മ അത് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞെന്ന് പറഞ്ഞു. നിന്നെപ്പോലെ സൂത്രശാലിയായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, അഹങ്കാരിയെ. എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ. എന്തൊക്കെ ചെയ്താലും അവസാനം ഞാൻ അഹങ്കാരി സൂത്രശാലിയല്ലേ. നിന്റെ മനസ്സിൽ എന്താണെന്നൊന്നും ഒട്ടും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി കണ്ടല്ലോ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന്. സ്കൂട്ടർ ഓടിക്കാൻ അറിയാം, ലൈസൻസും ഉണ്ട്. എങ്കിലും എൻ്റെ സ്കൂട്ടർ ഞാൻ ഓടിക്കുന്നത് പോലെ മറ്റുള്ള വണ്ടി എടുത്താൽ എനിക്ക് ബാലൻസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനാ ഇന്നലെ എൻ്റെ ഹസ്ബൻഡിനെ വെച്ച് കെട്ടിക്കൊണ്ട് പോയത്. ചെയ്ത കാര്യങ്ങളൊന്നും വിളിച്ചു പറയുന്നതേ അത്ര നല്ല സ്വഭാവമല്ലെന്ന് ആദർശ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയിച്ചതാണെന്ന് നയന. ശരി താങ്ക്സ് എന്ന് നമ്മുടെ ആദർശം പറഞ്ഞു. അല്ല, ഇന്നലെ നീ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടേ എൻ്റെ വകയൊരു താങ്ക്സ് വേണ്ടേ? ഇത്രയും നേരം അത് പറഞ്ഞില്ലായിരുന്നല്ലേ ആശാൻ? ഇപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ഓർത്തത്. ആദ്യം അമ്മ പറയട്ടെ എന്ന് കരുതി. വലിയ കാര്യമായിപ്പോയി. എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, അത് പിന്നെ ജന്മന ഉള്ളതോ. അതുപോലെ തന്നെ നിനക്ക് ജന്മന നല്ല അഹങ്കാരമുണ്ട്, അതിനും ഒരു ചികിത്സ വേണം. നല്ലൊരു ഡോക്ടറെ കണ്ടെത്തിക്കും, നമുക്ക് ചികിത്സിക്കാമെന്ന് നയന. ചിലപ്പോൾ മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഞാൻ കഴിച്ചോളാമെന്ന് നമ്മുടെ നയന പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് അങ്ങ് പോയി. പിന്നെ നയനൊരു ചിരിയൊക്കെ ആയിട്ട് നിൽക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് തനിക്കറിയാം, അതൊന്നും സമ്മതിച്ച് തരാത്തതാണെന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് ദേവയാട്ടോ. ദേവയാനി ഇങ്ങനെ അവിടെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുവാണേ. ആ സമയത്ത്
ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് അമ്മ മരുമകളോട് താങ്ക്സ് പറഞ്ഞു എന്ന് ചോദിച്ചു. ഓ, അപ്പോഴേക്കും അവൾ വന്നത് കൊളുത്തി തന്നോ? അമ്മേ, അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതുമയുള്ള കാര്യമല്ലേ അമ്മേ. അവൾ പറഞ്ഞതുകൊണ്ട് അതൊരു വലിയതായെന്ന് നമുക്ക് കാണണ്ടാന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നുമില്ല, അച്ഛൻ എന്നെ നിർബന്ധിച്ചതുകൊണ്ട് വെറുതെ ഒരു താങ്ക്സ് കൊടുത്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. അത് വെച്ച് മുതലെടുക്കരുതെന്ന് ഞാൻ അവളോട് നന്നായി പറഞ്ഞിട്ടുണ്ട്. അവൾ അങ്ങനെ മുതലെടുക്കുന്ന ആളൊന്നും അല്ല അമ്മയെന്ന് പറയാം. അപ്പം നമ്മുടെ ആദർശേ, നയന, നമ്മൾ കരുതിയതുപോലെ ഒരു ക്യാരക്ടർ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, അവളുടെ മൂത്തൊരുത്തി മനസ്സിലുള്ളത് പുറമേ കാണിക്കുകയെങ്കിലും ചെയ്യും. ഇവൾ അങ്ങനെയൊന്നും അല്ല. ഇവളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് പുക വീട്ടുന്നവളാ. അപ്പം അങ്ങനെയൊന്നും അല്ലമ്മേ എന്ന് പറഞ്ഞപ്പം, നീ എന്താടാ അവളുടെ മുന്നിൽ ഐസായി കഴിഞ്ഞു എന്ന് ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നും ഇല്ലമ്മേ. അവളുടെ സ്വഭാവം കുറേയൊക്കെ എനിക്ക് മനസ്സിലായി. ആ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്നലെ രാത്രിയിലെ സംഭവം മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല എന്ന് ആദർശ് പറയാം. എടാ, ബുദ്ധിയുള്ള പെൺകുട്ടികൾ അങ്ങനെയാടാ, അവരെ അവസരങ്ങൾ മുതലാക്കാനായിട്ട് നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എന്നെ ഇന്ന് ജീവനോടെ കാണാൻ കഴിയില്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാനൊരു താങ്ക്സ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ അവൾ വന്നതിന് ശേഷം ഈ വീടിനകത്ത് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു ആദർശ്. എല്ലാവരുടെ കാര്യങ്ങളും അവൾ നോക്കുന്നില്ലേ? നവ്യയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യങ്ങൾ അവളല്ലേ അമ്മേ നോക്കുന്നതെന്ന് ചോദിച്ചു. ദേവയാനിക്കൊന്നും ഒരു പുതുമയല്ല. അവൾ അവളുടെ കടമകൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസമെന്നും ആദർശ് പറഞ്ഞപ്പോൾ, നിന്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറുക അവളിപ്പോൾ തുളച്ചാ കയറുന്നതെന്ന് പറഞ്ഞു. എന്തായാലും പറയാനുള്ളത് പറയണല്ലോ അമ്മേ. നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് നിഷേധിക്കാൻ കഴിയുന്നതല്ലല്ലോ. ആയിക്കോട്ടെ, അല്ലെങ്കിലും അതങ്ങനെ തന്നെയല്ലേ എന്ന് ദേവയാനി. ദിവസങ്ങൾ കഴിയുന്തോറും അമ്മമാർ അപ്രസക്തരായിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ കൺമുന്നിൽ ഭാര്യമാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതായാലും അമ്മ താങ്ക്സ് പറഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് നയന. എന്തായാലും നമുക്ക് ആരും അറിയാതെ അതുപോലെയല്ലേ അവളോട് ദേഷ്യപ്പെട്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നന്ദി പ്രകടനം നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആശ്വാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ അമ്മയെന്ന് മകൻ അമ്മയോട് പറഞ്ഞു. അത് കേട്ടപ്പോഴും വലിയ സന്തോഷമൊന്നും ഇല്ല അമ്മയ്ക്ക്. അമ്മ ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയും വിചാരിച്ചുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ നമ്മുടെ അനിയും അതുപോലെ നന്ദുവും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഈ ജയിലിലായ കാര്യങ്ങൾ എന്താ വിളിച്ച് പറയാതിരുന്നത്, ചേച്ചീനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചേച്ചിക്ക് ഫോണില്ല എന്നുള്ള കാര്യം നന്ദു പറഞ്ഞപ്പം, നയനേച്ചിക്കല്ലേ ഫോണില്ലാത്തതായിട്ടുള്ളൂ, എനിക്കെന്താ ഫോണില്ലായിരുന്നോ, അപ്പോൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയ്ക്കൊന്നും വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ജയിലിലായിരുന്നില്ലായിരുന്നോ എന്ന് ചോദിച്ചു. നിനക്ക് വിളിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷേ നിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, അവർ വീട് വരെ വന്നതാ, അപ്പോഴാ വീടിനകത്തെ സംസാരം കേട്ട് അവർ തിരിച്ചു പോകുന്നത്. അതെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നന്ദുവിൻ്റെ അച്ഛൻ അഭിമാനം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണെന്ന് നമ്മുടെ അനിയൻ നേരം പറഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ വന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ നന്ദുവിൻ്റെ ചേച്ചിമാരെ മോശമായിട്ട് കാണുമെന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ടാണ് അച്ഛൻ അതൊന്നും പറയാതെ പോകുന്നത്. ഏതായാലും അകത്ത് കിടക്കുന്നവരെ പുറത്തിറക്കാൻ പുറത്ത് നിൽക്കുന്നവർക്കല്ലേ കഴിയൂ എന്ന് അന്നേരം നന്ദുവിനോട് ചോദിക്കാം. അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വന്നു. നന്ദു എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോഴാണ് കനകത്തിന് നിന്ന് ആശ്വാസമായത്. അമ്മ വിളിക്കുന്ന ചായ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് നന്ദു കയറിപ്പോയി. അപ്പോൾ അനി ഇങ്ങനെ ഒരു കുഞ്ഞു സ്വപ്നമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക, നന്ദുവിനോടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ. അങ്ങനെ നന്ദുവിന് ചായ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പം നന്ദു ചായ ഗ്ലാസ്സും ഒക്കെ ആയിട്ട് വരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ എനിക്ക് ചെറിയൊരു റൊമാൻസ്, അതായത് ഒരു പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു നന്ദു. ഒന്നുമില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വന്നു. മോനെ ചായ കുടിക്കാൻ, ഇതൊക്കെ എടുത്ത് കഴിക്കും മോനെ എന്നും പറഞ്ഞു. അപ്പോൾ കഴിച്ചിട്ടേ പോവുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ കഴിക്കുമെന്ന് പറയുന്നല്ലാതെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ കനകം അന്നേരം പറയാം. പലതവണ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിന്നെ മോനെ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും മോൻ്റെ വീട്ടിൽ അറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, ഏതായാലും കോടതിയിലേക്ക് പോകുന്നതിന് മുന്നേ നന്ദുവിനെ പുറത്തിറക്കിയല്ലോ, ഇനിയിപ്പോൾ അത് പാടി നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് അനി പറഞ്ഞു. ശരി, ദൈവമാ മോനെ അവിടെ എത്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മോള് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. കൈ ഇല്ലാത്തവർ പോലും കൈ വെക്കുന്ന രീതിയിലുള്ള ആ ഒരു സംസാരമാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് അവനെ സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ദൈവം നന്ദുവിൻ്റെ കൂടെ നിന്നത്. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം, എങ്കിലല്ലേ നമ്മൾ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമെന്നൊക്കെ അനി ഇങ്ങനെ പറഞ്ഞേ. അങ്ങനെ അനിയും ഇവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മോനെ അത് പിന്നെ മോനും ഇങ്ങോട്ട് വരുന്നതൊന്നും മോൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമാവില്ല അല്ലേ? എൻ്റെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പച്ചിയും വല്യമ്മയൊക്കെയാണ് ഇച്ചിരി പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടും പറയണ്ട കേട്ടോ. പിന്നെ ഏട്ടത്തിക്കെല്ലാം അറിയാം കേട്ടോ.
സത്യം പറഞ്ഞാൽ ഇനി രണ്ട് കുടുംബക്കാർക്കും ഇടനിലക്കാരനായിട്ട് ഞാൻ തന്നെ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ നമ്മുടെ അനി അന്നേരത്തേക്കും പറഞ്ഞ് അങ്ങനെ അനിയും ഇവരും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അനി അവരുമായിട്ട് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ നയനയുടെയും അതുപോലെ ആദർശിൻ്റെയും ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ കളികളൊക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.